പരസ്പരം സ്നേഹിച്ച് വരുമ്പോഴാണ് ദൈവസ്നേഹം വരുന്നത്. അത് വചനം പാലിക്കുമ്പോഴാണ് ദൈവസ്നേഹം വരുന്നത്. 1 യോഹന്നാൻ 5:1-4 വേണം കൂടുതൽ സ്നേഹം വരുന്നത്. കണ്ടോ, വചനം പാലിക്കുമ്പോഴാണ്. അതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, പരമപ്രധാനം കൽപ്പന പാലിക്കുകയാണ്. 1 കൊരിന്ത്യർ 7:19. അല്ലാതെ കൽപ്പനകൾ പാലിക്കണമെങ്കിൽ വചനം വരണം. വചനമില്ലെങ്കിൽ നിങ്ങളെല്ലാം കാറ്റാണ്. ജെറമ്യ 5:13. അതുകൊണ്ടാണ് വചനത്തിൽ ആശ്രയിക്കാതെ ദർശനം കൊണ്ട് നടന്നാൽ പരിഹാസപാത്രമായി നിങ്ങളെല്ലാം മാറും. വചനമാണെങ്കിൽ അവസാനം വരെ നിൽക്കും. അതാണ് ഉൽപ്പത്തി 3:24 ഒരു വാൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതിൽ കൂടി എല്ലാവരും കടന്നു പോകണമെന്ന് പറയുന്നത്. അപ്പോൾ യൂദാസ് ആരാണെന്ന് അറിയണ്ടേ? വായിച്ചില്ല, ഒന്ന് വായിക്ക്. യൂദാസ് യോഹന്നാൻ 12:1-8. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയയിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുൻപ് യേശു വന്നു. അവർ അവന് അത്താഴമൊരുക്കി. മർത്ത പരിചരിച്ചു. അവനോടുകൂടി ഭക്ഷണത്തിനിരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല, പ്രത്യുത അവൻ ഒരു കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ്. യേശു പറഞ്ഞു, അവൾ തടിയണ്ട, എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ദരിദ്രൻ എപ്പോൾ പറയാം, അത് എന്നും ഉണ്ടാവും. അവസാനം വരെ ഉണ്ടോ? ലോകാവസാനം വരെ ആർക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ മനുഷ്യരിലെ നാണിക്കുന്നതെന്ന് ഈശോയ്ക്ക് അറിയാമെന്ന് പറഞ്ഞത്. നാം വെറും ഒരു ശ്വാസം മാത്രമാണ്. ജെറമ്യ 2:22. യെശയ്യാ പ്രവാചകൻ പറയാണ്, യെശയ്യാ 2:22, യെശയ്യാ 41:14. നാം വെറും പ്രാണിയാണ്, അതായത് പുഴുവാണ്, കൃമിയാണെന്ന്. വിശുദ്ധ പൗലോസ് പറയുന്നു, ഒരു പൂ ഉദിച്ചു വരുന്ന പോലെയാണെന്ന്, അത് കരിഞ്ഞു പോകുന്നു. 1 പത്രോസ് 1 പൗലോസല്ല, പത്രോസ് 1 പത്രോസ് 1 23-25 സങ്കീർത്തനം 103 15-16 പറയുന്നത് നമ്മൾ ആരാണെന്ന്. അത് കേൾക്കുക. അവരോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ്. നാം ഭൂമിയിലൊന്ന് നോക്കുക, ഒന്നുമല്ല. അത് വായിച്ചു കേൾക്കുക. മനുഷ്യന്റെ ജീവിതം പുല്ലുപോലെയാണ്. വയലിലെ പൂ പോലെ അത് വിരിയുന്നു, എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു. അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. ഈ അവസ്ഥയിലുള്ളവരാണ് ദൈവം ഇത്രയും സ്നേഹിക്കുന്നത്. അതാണ് യെശയ്യാ പ്രവാചകൻ 49:15-16 പെറ്റമ്മയെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്നേഹം ആർക്കാണുള്ളത്? അമ്മയ്ക്ക്, അപ്പനോ? ആ അമ്മയ്ക്ക്. മരിച്ചുപോയ അമ്മമാരോ അല്ലെങ്കിൽ അപ്പന്മാരോ ഉണ്ടെങ്കിൽ ഇപ്പൊ കാണാനായിട്ട് അമ്മമാരോട് എന്ത് സ്നേഹമായിരിക്കില്ലേ? അമ്മമാരില്ലാത്തവരൊന്ന് കൈവെക്കാമോ? ഇപ്പൊ അമ്മമാരില്ലാത്തവർ നിങ്ങൾക്ക് ഉണ്ടോ? അപ്പൊ അവരെ കാണണമെന്ന് നിങ്ങൾക്ക് എന്ത് സ്നേഹം തോന്നിപ്പോ വന്നാൽ ഇല്ലേ? ഒന്ന് ഓർത്ത് നോക്ക്. അതിലെത്രയോ അഗാധമായിട്ടുള്ള സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. ആ സ്നേഹമാണ് ദൈവം നമുക്ക് തരുന്നത്. സ്നേഹം വന്ന് ആധിക്യം വരുമ്പോഴാണ് നിങ്ങൾ യേശു ദൈവപുത്രനാണെന്നുള്ള വിശ്വാസം, പൂർണ്ണ വിശ്വാസത്തോട്ട് വരുന്നത്. പൂർണ്ണ വിശ്വാസം വരും. അതാണ് ഈശോ പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളെല്ലാം വിവേകികളിൽ നിന്ന്, വിജ്ഞാനികളിൽ നിന്ന് മറച്ചു വെച്ച് കുഞ്ഞുങ്ങളെ പോലുള്ളവർക്ക് ഞാൻ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. യോഹന്നാൻ 11 ഒന്ന് വായിക്കുക. മത്തായി 11 25-27 വരണം. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല, പുത്രനും
പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അപ്പോൾ ഈശോ വെളിപ്പെടുത്തി തരാതെ ഒന്നും ആർക്കും അറിയാൻ സാധിക്കില്ല. അവയെല്ലാം ഈശോയുടെ ആത്മാവ് വെളിപ്പെടുത്തി തരണം. ആ ആത്മാവ് നമ്മിൽ വന്ന് വാസമുറപ്പിക്കണം. അവ പരിശുദ്ധാരി മാത്രമല്ല ജ്ഞാനവും തരും ദൈവം. അതുകൊണ്ടാണ് ദാനിയേൽ 12:12 വീണ്ടും പറയുന്നത്, 1335 ദിവസം നിങ്ങൾ എല്ലാവരും വിശുദ്ധി പാലിക്കണം, വചനം പാലിക്കണം. വചനത്തിൽ വേണം തീവ്രാഭിനിവേശം. ജ്ഞാനം 6 തൊട്ട് 11 വചനത്തിൽ. അതുകൊണ്ടാണ് ഈശോ ആ മത്തായി 18 1 തൊട്ട് 5 വനത്തിൽ ഈശോ ഒരു കുഞ്ഞിനെ വിളിച്ചു. ഒരു കുഞ്ഞിങ്ങോട്ട് വരാം, ഒരു കുഞ്ഞിങ്ങോട്ട് വാ, ശരി, വാ, ഇവിടെ വന്ന് നിൽക്ക്, നീ വചനം വായിച്ചോ. ഈശോ എന്താ ചെയ്തതെന്ന് അവിടെ നിന്നു. ഇത് തന്നെയായിരുന്നു അന്നത്തെ സമയത്തും 2000 വർഷത്തിന് മുമ്പ് കർത്താവ് അവരെ പറഞ്ഞു കൊടുക്കാനായിട്ട്. കാരണം ഇങ്ങനെ മിഴിച്ചും കൊണ്ടിരിക്കുകയാണ് സ്വർഗ്ഗത്തിൽ എങ്ങനെ കയറുമെന്ന്. അപ്പൊ ഈശോ കുഞ്ഞിനെ വിളിച്ച് അവരുടെ മധ്യം നിർത്തി, ഇനി കേൾക്കുക. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യയെ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. അപ്പൊ ഇതുപോലെ കുഞ്ഞുങ്ങളെ പോലെ മാനസാന്തരപ്പെട്ടു വരാൻ ഇതുപോലെ വരാൻ പറ്റുമോ? സാധിക്കുമോ? സാധിക്കുന്നുള്ളവരൊന്ന് കൈപൊക്കും. ഉടുപ്പ് മാറ്റാനല്ല കേട്ടോ, ഹൃദയം, പ്രൈസ് ലോർഡ്, അവരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. കണ്ടോ? അല്ലാത്തവർക്ക് ആർക്കും കൊടുക്കില്ല. ഇവിടുത്തെ കളക്ടറിനും കൊടുക്കുകയില്ല, ഹൈക്കോടതി ജഡ്ജിക്കും കൊടുക്കുകയില്ല. കണ്ടോ? ഈ കുഞ്ഞുങ്ങളെ പോലെ വരുന്നവർക്കാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളും സാക്കലത വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അവർക്കാണ് വചനമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ള കൃപയും ദൈവം കൊടുക്കുന്നത്. അവർക്കാണ് വിശുദ്ധത അറിയുന്നത്. അല്ലെങ്കിൽ സെന്റ് സെബാസ്റ്റ്യന് നിങ്ങൾ അറിയില്ല. കണ്ടോ? സെന്റ് സെബാസ്റ്റ്യൻ ആരാണ്? സെന്റ് അഗസ്റ്റിൻ ആരാണ്? സെന്റ് ഫ്രാൻസിസ് അസീസി ആരാണ്? ഫ്രാൻസിസ് സേവർ ആരാണ്? കണ്ടോ? ഫ്രാൻസിസ് സേവറൊക്കെ ഇവിടെ കൂടിയൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കണം ക്രിസ്ത്യാനികളായിട്ട്. അല്ലെങ്കിൽ കുടുംബിയൊക്കെ വെച്ച് ഇരുന്നത് ഈ നാട് മുഴുവൻ വേറെ വിധത്തിലായിരുന്ന ജീവൻ, മൃഗജീവിതമായിരുന്നാണ്. അപ്പൊ ദൈവം അവിടെ നിന്ന് കരുണ തന്നു നമുക്ക്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ കരുണയിലാണ് ഞാനും നിങ്ങളും എല്ലാം രക്ഷപ്പെടാൻ നിൽക്കുന്നത്. അപ്പൊ ഈ കുഞ്ഞിനെ പോലെ ആകണം. കണ്ടോ? അപ്പൊ ഇത് ഓർക്കുമോ? അപ്പൊ വേഗം വരും. അപ്പോഴാണ് വചനമെല്ലാം ഹൃദയത്തെ സംക്രമിക്കാനും അടുക്കാനും കർത്താവിനോട് കൂടുതൽ അടുക്കാനും നമ്മൾ ഓരോരുത്തരെടുക്കുമ്പോൾ നമ്മുടെ സഭയ്ക്കൊക്കെ ശക്തി കൊടുക്കും. ഉണ്ടോ? അപ്പം നിങ്ങളെല്ലാവരും ഭയപ്പെടും. മറ്റുള്ളവരെല്ലാം നിയമവർത്തനം 28:10 കർത്താവിൻ്റെ നാമം വഹിക്കുന്ന കാണുമ്പോൾ സകലരും ഭയപ്പെടും. സകല മന്ത്രവാദികളും നിങ്ങളെ പേടിക്കും കാണുമ്പോൾ തന്നെ. അതാണ് നിയമവർത്തനം 11:22-25 വചനം. അപ്പം കൃപ വരും നിങ്ങൾക്ക്. ഈ പ്രാർത്ഥന ഉപവാസവും ഉപവസിക്കുമ്പോൾ സക്രിയ പ്രവാചകൻ 8 സക്രിയ 8 18-23 വനം വായിച്ചെൻ്റെ എപ്പോഴൊക്കെയാണ് നല്ല ഉപവാസം വേണ്ടതെന്ന് ഈശോയിലോട്ട് വന്നാൽ. എനിക്ക് സൈന്യങ്ങളുടെ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. സൈന്യങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു, 4, 5, 7, 10 മാസങ്ങളിലെ ഉപവാസം യൂദാ ഭവനത്തിന് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും അവസരവും ആനന്ദോത്സവവും ആയിരിക്കണം. അതുകൊണ്ട് സത്യത്തെയും സമാധാനത്തെയും സ്നേഹിക്കും. യേശയ്യ പ്രവാചകൻ പറയുന്ന 37-30-35 വനം. ആദ്യത്തെ വർഷം കിട്ടുന്നത് ഭക്ഷിക്കാൻ. ഭക്ഷണം എന്താണ്? വചനം. മത്തായി 4:4, ലൂക്ക 4:4. വചനമാണ് ഭക്ഷണം. ആദ്യത്തെ വർഷം കിട്ടുന്നത്, 2ാമത്തെ വർഷം കിട്ടുന്നത്, 3ാമത്തെ വർഷം നിങ്ങൾ വിതക്കാൻ, 4ാമത്തെ വർഷം കൊയ്യാൻ. ഇതാണ് ഈശോ പറയുന്നത്.
ലൂക്ക 13:6-9 വനത്തില് ഒരു അത്തിവൃക്ഷം വെച്ചു 3 വർഷം വളമിട്ടിട്ട് വന്ന് നോക്കിയാണ് വല്ലതും ഉണ്ടോ എന്ന്. ഒന്നും കാണുന്നില്ല. കണ്ടോ, 3 വർഷം അതിനും കേട്ടിട്ടും അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. കാര്യം എന്താണ്? പാപത്തിൽ നിന്ന് വിട്ടുപോന്നിട്ടില്ല, വചനം സ്വീകരിച്ചിട്ടില്ല. ഉണ്ടോ? ഇരിക്കുമ്പോ എടുത്ത് ചാടാമോ? നിങ്ങളോട് പറയുന്നതാണ്. യെശയ്യാ പ്രവാചകൻ തന്നെ 30:15-18 വനത്തില് നിങ്ങൾ സ്വസ്ഥയും ആശ്രയമായിട്ട് ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കുമോ? എല്ലാവരും ചാടും പ്രാർത്ഥനക്കാരായിട്ട്. ആരാണ് ആദ്യം കൊണ്ടുപോകുന്നത്? പിശാച് 1:5-8 അലറുന്ന സിംഹമാണ്. അവൻ ആരെയും വിഴുങ്ങും. അതുകൊണ്ടാണ് പെടക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ ഇരുത്തുന്ന പോലെ ഇരുത്തുന്നതെല്ലാം ലൂക്ക 13:34 വാക്യത്തിൽ പറയുന്നത്. സ്വസ്ഥതയും ആശ്രയമായിരിക്കും ബലം. എടുത്ത് ചാടരുത്. കാരണം ആത്മാവിന്റെ കൃപ വരണം. കൃപയില്ലെങ്കിലോ കുറച്ചു കഴിയുമ്പോൾ എല്ലാം വീണുപോകും. അതാണ് ഒരു 5 കൊല്ലത്തിന് മുമ്പുള്ള ആരെങ്കിലും ഇപ്പൊ കാണുന്നുണ്ടാവും. വചന പ്രഘോഷകരെയോ അതുകൊണ്ട് എല്ലാം പോണമുണ്ടോ? ഇത് വീണുപോകുന്ന കാര്യം ഇത് പറഞ്ഞുതരാൻ ആരുമില്ല. കൃപ എന്താണെന്ന് എല്ലാവർക്കും ഈ രോഗശാന്തി കിട്ടിയാൽ വയറുവേദന പോകണം, കണ്ണിന്റെ ഇത് പോകണം, അത് പോകണം, ഇല്ലേ? ഈശ്വരനെ മാത്രം വേണ്ട. കർത്താവിന് ആവശ്യം മാനസാന്തരമാണ്. അതാണ് മത്തായി 12:50 പറയുന്നത്. എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരികളും സഹോദരന്മാരും. ലൂക്ക 8:21 പറയുന്നത്. വചനമാണ്. വചനം പാലിക്കുമ്പോഴാണ്. അതുകൊണ്ട് വചനത്തിലാണ് താല്പര്യം, വചനത്തിലാണ് ശ്രദ്ധ. വചനമാണ് ദൈവം, വചനമാണ് ഈശോ. അപ്പൊ 3 കൊല്ലം 4 കൊല്ലം കർത്താവിന്റെ കൃപയുടെ കീഴിൽ വരും. പ്രാർത്ഥന ഉപവാസം ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ആ ഉപവാസവും പ്രാർത്ഥനയും കൂടി വരുമ്പോൾ ആത്മാവിന്റെ കൂടെ കൃപ ദൈവം തരും. ദൈവത്തിന്റെ ദാനമാണ്, നാം ആരും നേടിയെടുക്കുന്നതല്ല. എഫേസ്യർ 2:8-9. ഇതുകൊണ്ടാണ് തിത്തോസ് പറയുന്നത്. തിത്തോസിൽ കൂടി 3 ഒന്ന് വായിച്ചെന്നെ 3-7 വനം. നിങ്ങളെല്ലാം ഒരു സമയത്ത് മൂഢന്മാരായിരുന്നോ? നമ്മളെല്ലാം ആയിരുന്നോ ഇല്ലയോ? ആയിരുന്നു. അനുസരണമുള്ളവരായിരുന്നോ? അപ്പനെ അനുസരിച്ചിട്ടുണ്ടോ? അമ്മയെ അനുസരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഭർത്താവിനനുസരിച്ചിട്ടുണ്ടോ? ഇല്ല. ആരനുസരിച്ചിട്ടില്ല. ആ അവസ്ഥയിൽ നമ്മൾ പോകുന്നത്. കർത്താവിന്റെ കൃപ വന്നപ്പോഴാണ് ഇങ്ങനെ പതുക്കെ ഇറങ്ങിയതില്ല. കർത്താവ് വിളിച്ച് വാ മോനെ വാ. ആ സമയത്താണ് അത് ദൈവം സ്വർഗം തുറന്നു തരണം, അല്ല വരില്ല. യോഹന്നാൻ 3:27. ഒരാളപ്പോൾ ഇവിടെ വിളിച്ചാൽ വരുമോ? വരികയില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ മത്തായി 7:6 പട്ടിക്കും പന്നിക്കും വചനം കൊടുക്കാൻ പാടില്ല. ഈ പറയുന്ന വചനങ്ങൾ ഇപ്പൊ നിങ്ങളിവിടെ ഇരിക്കുന്നോണ്ട് തരുന്നു. അല്ല അവിടെ പോയി കച്ചവടക്കാരനെ വിളിച്ചിട്ട് കൊടുക്കുമോ? കൊടുത്താൽ എന്ത് വരും? അതാണ് പലരും അസ്വസ്ഥരായി തെക്കോട്ടും മുടക്കോട്ടൊക്കെ കിടന്ന് ഓടണത്. വേണ്ടാത്തടത്ത് പോകും. കൊടുക്കല്ല, ഒറ്റക്ക് പോലെ. ഇപ്പൊ ഞങ്ങളിവിടെ വന്ന് എത്ര പേരുണ്ട്? 2 പേരില്ലാതെ വരുമോ? മിനിമം 2 ആയിരിക്കണം. ഒറ്റക്ക് കിടക്കുന്ന ആരെങ്കിലും ഞാൻ ഒറ്റക്ക് വന്നാൽ നിങ്ങൾ എന്നെ കയറ്റാൻ പാടില്ല, കയറ്റുമോ? ഇല്ലെന്ന് പറ. ഇതാണ് പ്രവാചക കൃപ. അതുകൊണ്ടാണ് ഒറ്റക്ക് ഒരാളും പോകാൻ പാടില്ല. ഈശോ അയച്ച എല്ലാം ഈ 2 പേരെയാണ്. ലൂക്ക 10:1-12 ഇതൊന്നും ആർക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. പോകുന്ന വഴിക്ക് കൈ കാണിച്ചുകൂടാ. ലൂക്ക 10:4 കാണുന്നിടത്തൊക്കെ കയറി തിന്നരുത്. എല്ലാ വീട്ടിലും തരും നല്ല സാധനങ്ങളൊക്കെ. കണ്ടോ?